അത് കൊള്ളാം. രാവിലെ കണ്ടല്ലേ പറമ്പിലിറങ്ങിയത്? അതിനുവേണ്ടി പണി നടന്നായിട്ടൊന്നും കാണുന്നില്ലല്ലോ. എങ്ങനെ പണി നടക്കാനാ? ഈ തൂമ്പക്കൈ ഊരിപ്പൊക്കൊണ്ടിരിക്കുക. ആ പഠിച്ച എൻ്റെ ഊപ്പാട് തീർന്നു. അപ്പൊ ഇളകാത്ത തൂമ്പ കിട്ടിയ പ്രശ്നം തീരുമോ? അതിന് വഴിയുണ്ട്, എൻ്റെ കൂടെ. പേറ്റന്റ് ഉള്ള തൂമ്പയുണ്ട്, അത് വാങ്ങിച്ചു തരാം. ശശി ചേട്ടോ, ഇദ്ദേഹം രാവിലെ തൊട്ട് പറമ്പിൽ പണിക്ക് കയറിയതാ. പക്ഷേ തൂമ്പാപ്പിടി ഊരി പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് ഞാൻ ഇങ്ങനൊരു കാര്യത്തെപ്പറ്റി പറയുന്നത്. ശശി ചേട്ടൻ 17 വർഷം മിലിറ്ററിയിലായിരുന്നു. അതിനുശേഷം വന്നാണ് ഈ സംരംഭം തുടങ്ങുന്നത്. ഇപ്പോൾ ഇതാ ആയിരിക്കുന്ന മൺവെട്ടി ഉണ്ടോ, അതൊന്നും അങ്ങനെ പിടി ഊരി പോകുന്ന ടൈപ്പല്ല. മാത്രമല്ല, പേറ്റൻറ്റ് കിട്ടിയ മൺവെട്ടി ഇത് ഒരൊറ്റ ഒരെണ്ണം മാത്രമേ ലോകത്തുള്ളൂ. അപ്പോൾ ചേട്ടാ, നമ്മുടെ ഇങ്ങനൊരു ആയുധം അല്ലെങ്കിൽ മൺവെട്ടി ഉണ്ടാക്കാനിടയാക്കിയ ഒരു സാഹചര്യം എന്താ? നമ്മൾ ഒരു പട്ടാളക്കാരൻ വന്നിട്ട്, ഞാൻ മിലിറ്ററിയിലായിരുന്നു. അപ്പോൾ മിലിറ്ററിക്കാർക്ക് എന്ന് വെച്ചാൽ ആയുധം പ്രധാനപ്പെട്ടതാണ്. ആയുധം ഇച്ചിരി ബുദ്ധിമുട്ട് വന്നാൽ അംഗത്തിൽ തൂക്കുക തന്നെ ചെയ്യും. അതന്ന് അങ്ങനെ ആയിരുന്നെങ്കിൽ ഇപ്പോൾ ഇത് കൃഷി വന്നപ്പോൾ തൂമ്പയാണ്. ലോകത്തിലുള്ള സകലമാന സാധനങ്ങളും നവീകരിക്കപ്പെട്ടു. ഇപ്പോൾ ഏത് നോക്കിയാലും ഇപ്പോൾ നമ്മുടെ ഒരു പേന നോക്ക്, ചെരുപ്പ് നോക്ക്, എന്ത് നോക്ക്, പുതിയ രീതി വന്നു. ഒരു തൂമ്പ മാത്രം എവിടെ കൊല്ലന്മാർ എവിടെ തുടങ്ങി അവിടെ കിടക്കായിരുന്നു. ചെറിയ ടെക്നിക്കുകൾ മാറ്റാവുന്നുള്ളൂ. അപ്പോൾ എനിക്കിത് കണ്ടപ്പോൾ തോന്നിയത് സകലത്തിന് നട്ടുകൊണ്ടല്ലേ. ഇപ്പം നമ്മളൊരു വണ്ടി തൊട്ട് എയറോപ്ലെയിൻ എന്തെടുത്താലും ശരി, അത് നട്ടുകൊണ്ടല്ല. നട്ടുകൊണ്ട് ഇതിന് കൊടുക്കാൻ പറ്റുന്നൊരു തോന്നലുണ്ടായി. അങ്ങനെ കൊടുത്തു നോക്കിയപ്പോൾ ഓക്കെ, അവന് അനങ്ങാൻ പറ്റുന്നില്ല. പിന്നെ അത് എന്തേ ചെയ്യാമെന്നുള്ളത് നോക്കി. അങ്ങനെ നോക്കിയപ്പോൾ നമുക്ക് സ്റ്റീലാണ് കിട്ടിയത്. ഞങ്ങളുടെ ഇവിടെ സ്റ്റീലുണ്ടായത്. അങ്ങനെ ചെയ്ത് നോക്കിയതാണ്. അപ്പം നോക്കിയപ്പോഴത്തേനും അത് നല്ല മണ്ണപിടുത്തം ഇല്ല, പണിയും തോറും മൂർച്ചയാവുകയാണ്. മൂർച്ച ആവുകയാണ് ചെയ്യുന്നത്. പേറ്റൻറ്റ് കിട്ടി. അപ്പോൾ അതിനെ തുടർന്ന് ഇത്രയും തൂമ്പകളുണ്ടല്ലോ, ഇത്രയും മൺവെട്ടികളുണ്ടല്ലോ, ഇതിൻ്റെ ഓരോന്നിൻ്റെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണ്? ഇത് മൺവെട്ടി എന്ന് ഇവിടെ പറയും. ചിലയിടത്ത് ഇത് കൈക്കോട്ടെന്നും പറയും മറ്റേ ഏരിയകളിൽ. അതെന്ന് വെച്ചാൽ ഇതിന് കോട്ടയം സൈഡൊക്കെ ഇതിന് 4 അടി, ഇതിപ്പോൾ 4 അടിയാണ്, 5 അടി പിടി ഇടാം. ഇത് കൂന്താലി കളയ്ക്കാൻ കൂടുതലുള്ള. പിന്നെ ഇത് ഇവിടെ ഇത് കോട്ട് തൂങ്ക, സ്വാനൊക്കെ എന്നൊക്കെ പറയും. ഈ ചെറിയ പെണ്ണുങ്ങൾക്ക് ഉപയോഗിക്കാനൊക്കെ പറ്റുന്ന രീതിയിൽ ഇറക്കിയ ഇത് ലേഡീസ് തൂമ്പാണ് ഞങ്ങൾ പേരിട്ടിരിക്കുന്നത്. പക്ഷേ ഇതിപ്പം എല്ലാവർക്കും ഇത് മതി. ഇത് ലൈറ്റ് വെയിറ്റാണ്. എവിടുത്തെ ഏത് തൂമ്പ കിട്ടിയാലും അതേപടി ഞാൻ ചെയ്യും. ഞാൻ ഈ കുഴങ്ങ് പിടിപ്പിക്കും. ഇപ്പോൾ തമിഴ്നാട്ടിൽ ഓടുന്ന ടൈപ്പ്, അതിൽ ആ വളവും തിരിവും കറക്റ്റാക്കിയിട്ട് അതേപോലെ ആക്കിയിട്ട് ഈ ടൈപ്പ് കുഴങ്ങ് പിടിക്കുമ്പോൾ ആയി. അപ്പോൾ ദാ പിടി ഊരി പോകാത്ത നല്ല ഒന്നാന്തരം മൺവെട്ടിയുണ്ട്. ഇനി ഇത് വെച്ച് പണിയെടുത്താൽ മതി പറമ്പിൽ. അപ്പം ശശിചേട്ടൻ്റെ ഒരാശയം ഇന്ന് പേറ്റൻറ്റ് വരെ എത്തി നിൽക്കുകയാണ്. മൺവെട്ടിക്ക് പേറ്റൻറ്റ് കിട്ടുക എന്ന് പറഞ്ഞാൽ വളരെ കൗതുകമുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഈ സംരംഭം ഇനിയും വലിയ വിജയങ്ങളിലേക്കൊക്കെ പോയിട്ട് പുതിയ കണ്ടെത്തലുകൾ ശശിചേട്ടന് നേടാൻ പറ്റട്ടെ. ഏതായാലും ആമയാറിൽ നിന്നും സബിനസ് പണിക്കർക്കൊപ്പം നന്ദുഷ എസ്, മാതൃഭൂമി ന്യൂസ്.